ഈ കണ്ട സ്വത്തിനും സൗകര്യത്തിനും ഒക്കെ ഒരേ ഒരു അവകാശിയായ കുട്ടിയാ അവിടെ ഒരു അഭയാർത്ഥിയെ പോലെ താമസിക്കുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവളൊരു ചെറിയ കുട്ടിയാ. കണ്ണകന്നാൽ മനസ്സകുന്നു എന്ന് പറയുന്നത് വെറുതെ അല്ല. അമ്മേ, ഇങ്ങനെയൊന്നും പറയല്ലേ. നമുക്ക് നാളെ തന്നെ പോയി മോളെ കൊണ്ടുവരാം. സത്യത്തിൽ താൻ അവൻ വിവാഹം കഴിച്ചത് തന്നെയാണോ? അവൻ എന്തൊക്കെയോ തെളിവും കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇവിടെ തനിച്ച് നിൽക്കുന്നത് കൂടുതൽ അപകടമാണ്. താൻ എൻ്റെ കൂടെ വരാൻ നോക്ക്. ഞങ്ങളില്ല, നിങ്ങൾ പൊയ്ക്കോളൂ. ഇനി അവൻ വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? താൻ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. കുട്ടിയെ കൊണ്ട് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. താൻ പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങുക. ഇനി ഇങ്ങോട്ട് ആരും വരില്ല. തനിക്ക് എന്ത് സംഭവിച്ചാൽ ആരും അറിയുകയില്ല. എല്ലാരും ബർത്ത്ഡേ സെലിബ്രേഷന്റെ തിരക്കിലായിരിക്കും. നമുക്കും പോവാ അമ്മേ. എനിക്ക് പേടിയാവുന്നു. അവര് പിന്നെയും വന്നാലോ? രജിത, താൻ പറ, ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് താനാ. ഇനിയും കാത്തിരിക്കണോ? ഗസ്റ്റുകളൊക്കെ മുഷിഞ്ഞു തുടങ്ങി. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. കേക്ക് കട്ടിങ് കഴിയാതെ ഇറങ്ങാനും കഴിയില്ല. ആദ്യം നമുക്ക് കേക്ക് കട്ടിയാ, അതിനുശേഷം തൻ്റെ കൂടെ ഞാനും വരാം. വീട്ടിലെന്താണ് സംഭവിക്കുന്നത് അറിയണമല്ലോ. സനീഷേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ ഫോൺ എടുക്കാതിരിക്കില്ല. ചിലപ്പോ ഡ്രൈവിങ്ങിലായിരിക്കും. താൻ ഇങ്ങനെ ഒരു വിഡ്ഢി ആവരുത് രജിത. അവൻ വീട്ടിൽ പോകുന്നത് ഞാൻ കണ്ടതാ. ഒരുപക്ഷെ അവിടെ വസുതയായിട്ട് സംസാരിച്ചിരിക്കാവും. എന്തായാലും കേക്ക് കട്ട് ചെയ്യാം. താമ എന്നാ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? വാ വാ എല്ലാരും വാ വാ. അപ്പോ വിത്ത് യുവർ പെർമിഷൻ കേക്ക് കട്ടിയാണ്. ഓക്കെ. Happy birthday, Acha. Happy birthday, Acha. Happy birthday, Acha. നിങ്ങൾക്ക് ഈ മുടിയനായ പുത്രന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. നിന്നെ ആരെയും കൊണ്ട് വിളിച്ചത്? നിനക്കെന്താ ഇവിടെ കാര്യം? അതെന്താ ഡാഡി അങ്ങനെ ഒരു സംസാരം? സ്വന്തം അച്ഛന്റെ പിറന്നാളിന് മകൻ വരുന്നത് അത്ര മോശം കാര്യമാണോ? അതും ഷഷ്ടിപൂർത്തിക്ക്. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമല്ലേ? മാനവേ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന പുറത്തോ. നീ ജയിച്ചു നിൽക്കുകയാണല്ലോടാ.
നീ എന്നും ജയിക്കാനായി പിറന്നവനാണ്. തോറ്റ് തീരാൻ വിധിക്കപ്പെട്ടവനായി ഞാനും. മാനവേ, ദീപുന് വിട്. വിടാനാ പറഞ്ഞത്. നിങ്ങൾക്ക് നൊന്തുമല്ലേ? അത് ഞാനങ്ങ് മറന്നുപോയി. ജന്മം നൽകിയ മകനെ പോലും തള്ളിക്കളഞ്ഞ് നിങ്ങൾ വളർത്തിയ ദത്തുപുത്രനല്ലേ നിങ്ങൾക്ക് നോവും. നിങ്ങൾക്ക് നോവും. ഇറങ്ങി പോവാനാ പറഞ്ഞത് എന്നോട്. അങ്ങളെ വേണ്ട, അവനാകെ ഭ്രാന്ത് പിടിച്ചേക്കുക. ഇതാണോടെ ഭ്രാന്ത്? ഇതിനെ ഭ്രാന്തെന്ന് പറഞ്ഞാലേ ശരിയായ ഭ്രാന്ത് കണ്ടാ താൻ എന്തു പറയും? താൻ ഏതാടോ? നിങ്ങൾ ഇങ്ങോട്ട് ആരാ വിളിച്ചത്? അമ്മേ, പോലീസിനെ വിളിച്ചേ. വിളിക്ക്, പോലീസ് വരട്ടെ, ഞാൻ സംസാരിക്കാം. വേണ്ട മോളെ, ഇവന് ഞാൻ പറഞ്ഞു വിട്ടോളാം. ആരാ അച്ഛ അയാള്? ഇത്രയും സമയം ഞാൻ പറഞ്ഞു ഒന്നും അനിയത്തിക്കുട്ടിക്ക് മനസ്സിലായില്ലേ? അതായത് നിന്റെ അച്ഛന്റെ ആദ്യ വിവാഹം കഴിഞ്ഞത് എന്റെ അമ്മയുമായിട്ടാണ്. ഈ സ്വാർത്ഥനായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നിന്റെ അമ്മ കടന്നു വന്നതോടെ ഇയാള് മനഃപൂർവ്വം എന്നെ എന്റെ അമ്മയെ മറന്നു കളഞ്ഞു. അനാവശ്യം പറയരുത്. മാന്യമായിട്ട് ജീവിക്കുന്ന കുടുംബം ഞങ്ങളുടേത്. മാന്യത എന്നൊക്കെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ ഇന്ന് ചെയ്യുന്ന എന്താണോ അത് നിന്റെ അമ്മ പണ്ടേ ചെയ്തു, അത്രേ ഉള്ളൂ. എന്നിട്ടിപ്പോ ഭയങ്കര പതിവ്രതയായ ഭാര്യയായിട്ട് അഭിനയിച്ച് ജീവിക്കുന്നു. ശാരദാദേവി എവിടെ? ഇവിടെ ശാരദാദേവി. നീ പോ നോക്കടാ. ഇവിടെ എത്ര സമയം നിന്നിട്ടും ഒരു പ്രയോജനമില്ല. ഞാൻ പൊക്കോളാം. അതിനു മുമ്പ് എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കണം. എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. ഇറങ്ങി പോണം മിസ്റ്റർ. എടി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഞാൻ പറയുന്നത്, അതോർത്തോ. എന്റെ നന്മ നോക്കാൻ എനിക്ക് അച്ഛനുണ്ട്. അച്ഛൻ പറയുന്ന എനിക്ക് വിശ്വാസം. എടി വിഡ്ഢി, നിന്റെ അച്ഛൻ അയാളെ അല്ലാതെ മറ്റാരെയും ലോകത്തിന്ന് വരെ സ്നേഹിച്ചിട്ടില്ല. അയാളുടെ സേഫ്റ്റി അല്ലാതെ മറ്റൊരാളെയും അയാൾ ശ്രദ്ധിക്കുകയില്ല. നിനക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്ക്. സനീഷിന്റെ പേരിലുള്ള ആസ്തിയൊക്കെ എന്തിനാണ് ദീപുവിന്റെ പേരിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചു നോക്ക് നീ. ചോദിക്ക് പെങ്ങളെ. വെറുതെ ഇവൻ പറയുന്നൊന്നും ആരും വിശ്വസിക്കരുത്. വായി തോന്നൊക്കെ വിളിച്ചു പറയാവൻ. സത്യങ്ങൾ പുറത്തു വരുന്നതിൽ നിനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോടാ. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് നീ ചെറുപ്പം മുതൽ പിടിച്ചു വെച്ച് നേടിയതെല്ലാം. അച്ഛനും അമ്മയും ഇല്ലാതെ വെറും ഒരു അനാഥ പയ്യനായിട്ടും നിനക്കെല്ലാ സ്നേഹവും തന്ന് ഇയാള് വളർത്തുമ്പോഴൊക്കെ ഉണ്ടല്ലോ, സ്വന്തം അച്ഛൻ കയ്യെത്തുന്ന ദൂരത്തുണ്ടായിരുന്നിട്ടും അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മോഷ്ടിക്കേണ്ടി വന്ന ബാല്യവാടാ എന്റെ. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണവുമുണ്ട്. കള്ളും കഞ്ചാവുമായി നിനക്ക് നിന്നെയൊക്കെ മകനെന്ന് പറയുന്നത് തന്നെ എനിക്ക് നാണക്കേടാ. ഇറങ്ങി പോകാൻ നോക്കടാ. എനിക്ക് അവകാശപ്പെട്ടതെല്ലാം എല്ലാ കാലത്തും കണ്ടവന്മാര് കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനും കൂടി അനുഭവിക്കേണ്ടതൊക്കെ ഒറ്റയ്ക്ക് തിന്നാനായി ആരും അറിയാതെ ഇവന് വാരി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഞാനിപ്പോ പോയേക്കാം ഇല്ലടാ. പക്ഷേ എനിക്ക് അവകാശപ്പെട്ടതെല്ലാം ഞാൻ ഇവിടുന്ന് മേടിച്ചില്ല. അത് ഇനി ഒരു മൊട്ടുസൂചിയാണെങ്കിൽ പോലും ഞാൻ വാങ്ങിയിട്ടേ പോവും. അപ്പൊ അച്ഛാ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പെങ്ങളെ, ഹാപ്പി ബർത്ത്ഡേ. സുഖാണല്ലോ അല്ലേ ശാരദാദേവി? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മാറി നിക്കങ്ങോട്ട്. അയാള് പറഞ്ഞതൊക്കെ സത്യമാണോ അച്ഛാ?
അച്ഛനോടല്ലേ ചോദിക്കുന്നത്? അയാൾ എങ്ങനെ എന്റെ സഹോദരനായി? അതങ്ങനെയല്ല മോളെ. താൻ ഈ സമയത്ത് തന്നെ അങ്കിളിനെ വെറുതെ ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കല്ലേ. ദീപോട്ടെ സംസാരിക്കണ്ട, ഞാൻ എന്റെ അച്ഛനോടാ ചോദിക്കുന്നത്. എങ്കിൽ അമ്മയെങ്കിലും പറ, അമ്മയ്ക്ക് ഇതൊക്കെ അറിയായിരുന്നോ? എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അമ്മ എന്തിനാ? മോളെ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല മോളെ. അപ്പോ പിന്നീട് അറിഞ്ഞിരുന്നു അല്ലേ? അമ്മയ്ക്ക് എന്നോട് ഒരു വാക്ക് പറയായിരുന്നല്ലോ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ രജിതേ. തൽക്കാലം അങ്കിൾ റെസ്റ്റ് എടുക്കട്ടെ. ദീപേട്ടൻ എന്തിനാ പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സനീഷന്റെ പേരിലുള്ള കമ്പനി അച്ഛൻ ദീപേട്ടന്റെ പേരിലേക്ക് മാറ്റി എഴുതിയോ? മോളെ, സതീശന്റെ പേര് തുടരുന്നത് നമുക്ക് നല്ലതല്ല. കാരണം അവന്റെ ഭാര്യ തിരിച്ചു വന്നിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവന്റെ പേരിലുള്ള എല്ലാ ആസ്തികൾക്കും അവകാശി അവന്റെ ഭാര്യയും അവർക്ക് ജനിച്ച കുഞ്ഞുമായിരിക്കും. അങ്ങനാണെങ്കിൽ അച്ഛനത് എന്റെ പേരിലേക്ക് മാറ്റാൻ എന്താ? അതെന്തുകൊണ്ട് ചെയ്തില്ല? നിന്റെ പേരിലാക്കാനാണെങ്കിൽ മാറ്റേണ്ട കാര്യം എന്താ? അവന് കൊടുക്കുന്ന പോലെ തന്നെയല്ലേ? അപ്പോ അച്ഛൻ എന്നെക്കാളും വിശ്വാസം ദീപേട്ടനെ അല്ലേ? മോളെ, സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ദീപുവിനെ അല്ലാതെ മറ്റാരെയും വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? സ്വന്തം മോളെ വിഷമിപ്പിക്കാതിരിക്കെ. അവൾക്കൂടെ വേണ്ടിയിട്ടാണ് ചെയ്തത്. അതോട് കുറച്ചു കഴിഞ്ഞ് മനസ്സിലാക്കും. ഇനി പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ ഒന്നുമില്ല അച്ഛാ. അച്ഛനിപ്പോ എന്നേക്കാൾ വലുത് ദീപേട്ടനാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്തായാലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അവകാശം പറഞ്ഞ് മറ്റാരെങ്കിലും കേറി വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാവും അച്ഛൻ ഇങ്ങനൊരു മുൻകരുതൽ എടുത്തത്. നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? ഞാൻ ബോധമില്ലാതെ പറയല്ല അച്ഛാ. ഞാനാ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്. എന്റെ അച്ഛനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചടി വന്നപ്പോ എനിക്കത് താങ്ങാൻ കഴിയാതായത്. മോളെ വിഷമിക്കാതിരിക്കെ. ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. സംസാരിക്കാൻ ഒന്നുമില്ല അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇവിടെ നിന്നാല് എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അല്ല, അങ്കിൾ എന്തുകൊണ്ടെങ്ങനെ ചെയ്തതെന്ന് തനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല രജിതേ. ദീപേട്ടൻ മിണ്ടാതിരിക്കെ. നിങ്ങളോട് എനിക്കിപ്പോ സംസാരിക്കാൻ താല്പര്യമില്ല. മോളെ, അച്ഛൻ ബുദ്ധിമുട്ടി അങ്ങനെ വിളിക്കണമെന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. മോളെ, ഇത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമോ മോളെ? ഇല്ലെങ്കിൽ നീ ചതിക്കപ്പെടും. തിരിച്ചു വന്ന അവന്റെ ഭാര്യ നാളെ അവിടെ അവകാശം സ്ഥാപിക്കുമെന്ന് ഉറപ്പാ. അപ്പോ നീ ദുഃഖിക്കേണ്ടി വരും. അച്ഛന് നിന്റെ സേഫ്റ്റി ആവരുത്. അച്ഛന് പറയാൻ പല ന്യായങ്ങളും ഉണ്ടാവും. പക്ഷെ എന്തോ ഇന്നത്തെ സംഭവം എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അച്ഛന്റെ ഭാഗത്ത് ന്യായം ഉണ്ടാവും. സ്വത്ത് സനീഷന്റെ പേരിൽ നിന്ന് മാറ്റി എഴുതിയതിനേക്കാള് എന്നെ വിഷമിപ്പിക്കുന്നത് ഇന്ന് വന്ന അയാളുടെ പ്രകടനമാ. ആരാന്നോ എന്താണെന്നോ അറിയാതെ ഒരാൾ കയറി വന്ന് സഹോദരനാന്ന് അവകാശപ്പെട്ട് സകലത് നശിപ്പിക്കുന്നത് കാണേണ്ടി വരുന്ന എന്റെ അവസ്ഥ കൂടി അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാലും എന്റെ മോളെ, എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വലിയ മാന്യനായിട്ട് നടന്ന ആള് അയാളുടെ തനി നിറം കാണിച്ചു. ഏതായാലും എനിക്ക് സന്തോഷമായി. അവൾക്കൊരു എല്ല് കൂടുതലായിരുന്നു. എന്തായാലും അതിനൊരു തീരുമാനമായല്ലോ. അങ്ങനെയൊന്നും അവൾ അടങ്ങുമെന്ന് നീ കരുതണ്ട. അവളെ നിനക്കറിയാത്തതൊന്നും അല്ലല്ലോ. ഏട്ടൻ വരട്ടെ. സ്വത്തുക്കളെല്ലാം മരുമോൻ കൊണ്ടുപോയ കാര്യമൊന്നും ഏട്ടൻ അറിഞ്ഞിട്ടില്ല. അതൊരു വല്ലാത്ത ചതിയായിപ്പോയി. എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് അയാള്. ഇന്നലെ വരെ സനീഷിന്റെ പേരിൽ കിടന്ന വസ്തുക്കള് മാറ്റി എഴുതുമ്പോ അവനോടൊരു വാക്ക് പറയണ്ടേ? അത് തന്നെയാ ഞാനും വിചാരിക്കുന്നത്. ഇനിയിപ്പോ ഏട്ടനാ ദീപുവിന്റെ കീഴിൽ വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ.
അതോർക്കുമ്പോ വല്ലാത്തൊരു വിഷമം പോലെ. ഇന്നലെ വരെ MD ആയിട്ടിരുന്നിട്ട് ഇനിയിപ്പോ ആ, അതൊക്കെ അവൻ നോക്കി കണ്ടും ചെയ്തോളും. അങ്ങനെയൊന്നും തോൽവി സമ്മതിച്ചു കൊടുക്കുന്നവനല്ല എന്റെ മോൻ. കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. അയാള് മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ സമയത്ത് ഇങ്ങനൊരു തീരുമാനം എന്തിനാണ്? ഷോ, അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ ജയിലിലായിരുന്നു പോലും. എന്നോട് ശാലിനി എന്ന് പ്രത്യേകം പറഞ്ഞതാ. അവളെയും കൂടെ പേടിച്ചിട്ടാവും അയാൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ പേടിയുണ്ടെങ്കിലേ അയാള് ഏട്ടന്റെ പേര് തന്നെ കമ്പനി നിലനിർത്തുകയല്ലേ ചെയ്യണ്ടേ? ഇതിപ്പോ ദീപുവിന്റെ പേരിലേക്ക് മാറ്റിയതുകൊണ്ട് അയാൾ എന്താ ഉദ്ദേശിക്കുന്നേ? അവരെന്തെങ്കിലും ചെയ്യട്ടെ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ആ, പുറത്ത് വണ്ടി വന്നെന്ന് തോന്നുന്നു. അവളെയും കൊണ്ടായിരിക്കും അവൻ ചിലപ്പോ വരിക. ഞാൻ വരാത്തത് നന്നായി. ഇനി എന്തൊക്കെ കാണണം? ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടാണല്ലോ എന്നെ ഉപദേശിക്കാൻ വന്നുകൊണ്ടിരുന്നത്. എന്തൊരു ഉപദേശമായിരുന്നു. അവസാനം ഇപ്പൊ എന്തായി? മകൻ ഒരെണ്ണം ഫ്രീ ആയി കിട്ടി. അതെ, തനിക്ക് ചേട്ടനെ കാണണമെങ്കിൽ പറഞ്ഞു, ഞാൻ പോയി അന്വേഷിക്കാം. താനിങ്ങനെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട. തന്റെ അച്ഛൻ ചെയ്തത് എത്ര വലിയ ചതിയാണെന്ന് തനിക്ക് ഇനി മനസ്സിലായിട്ടില്ല. അവന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് ന്യായം പറയുന്നുണ്ടെങ്കിലും എന്റെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് സ്വത്ത് മാറ്റുക എന്നുള്ളതായിരുന്നു തന്റെ അച്ഛന്റെ ഉദ്ദേശം. എത്ര വിദഗ്ധമായിട്ടാണ് അവന്റെ പേരിലെല്ലാം എഴുതി മാറ്റിയത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛന്റെ കമ്പനി, അച്ഛന്റെ ഇഷ്ടം. കഴിഞ്ഞ 2 വർഷമായി ഇത്രയും ഭംഗിയായി നോക്കി നടത്തിയ എനിക്ക് ഒരു റോളും ഇല്ലല്ലേ? എങ്കിൽ പിന്നെ അത് നേരത്തെ ചോദിച്ചുകൂടായിരുന്നോ? ആ സമയത്ത് എവിടായിരുന്നു നിങ്ങള്? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. താൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ എത്തണമെന്നാ കരുതിയത്. എന്നിട്ട് ഞാൻ ഇറങ്ങുന്നത് വരെ നിങ്ങൾ എത്തിയില്ലല്ലോ. താൻ ഇറങ്ങിയ അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തിയതാ. അപ്പോഴാ താൻ പോയെന്ന് തന്റെ അമ്മ പറഞ്ഞത്. കള്ളം, പച്ച കള്ളം പറയരുത്. നിങ്ങൾ വീട്ടിലേക്ക് പോയിരിക്കാന്ന് എന്നോട് ദീപോട്ടൻ പറഞ്ഞിരുന്നു. ദീപോട്ടനോ? ഇപ്പോഴും തനിക്ക് അവനെ തന്നെയാണോ വിശ്വാസം? എന്റെ വിശ്വാസം അല്ലല്ലോ ഇവിടെ വിഷയം. അച്ഛന്റെ മുഴുവൻ വിശ്വാസം പിടിച്ചു പറ്റി അയാളെല്ലാം എഴുതി വാങ്ങിയില്ലേ? ഇനി എന്ത് ചെയ്യും? താൻ വിഷമിക്കണ്ട. തൽക്കാലം പ്രത്യേകിച്ചൊന്നും പറയണ്ട. അച്ഛന്റെ തീരുമാനം നമുക്ക് അംഗീകരിക്കാം. അപ്പോ കമ്പനി ദീപോട്ടിന് കൊടുത്തേക്കാന്നാണോ? തൽക്കാലം ആ വന്നവന്റെ കാര്യം നോക്കാം നമുക്ക്. വന്നവൻ ശരിക്കും തന്റെ അച്ഛന്റെ മകൻ തന്നെയാണോ അല്ലയോ എന്ന് ആദ്യം നമുക്കൊന്ന് അന്വേഷിക്കാം. പക്ഷേ എന്റെ അച്ഛന്റെ കമ്പനികൾ ദീപോട്ടിന്റെ പേര് കിടക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. തൽക്കാലം താൻ വെറുപ്പൊന്നും കാണിക്കണ്ട. എനിക്കറിയാം എന്ത് വേണോന്ന്. എന്ത് ചെയ്യാനാ പ്ലാൻ? തൽക്കാലം ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് ബഹളം വെച്ചിട്ടും കാര്യമില്ല. തന്നെ ഞാനാണ് പറഞ്ഞുവിട്ടെന്ന് മാത്രമേ തന്റെ അച്ഛൻ കരുതൂ. എനിക്ക് തോന്നുന്നത് തന്റെ അച്ഛൻ മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണെന്നാ. അച്ഛൻ എന്ത് പ്ലാൻ ചെയ്യാനാ? തന്റെ അച്ഛൻ മനസ്സിൽ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അതിന്റെ ആദ്യത്തെ പടിയാണ് ദീപുവിന്റെ പേരിലേക്കുള്ള സ്വത്ത് കൈമാറ്റം. എന്ത് പ്ലാൻ ചെയ്യാനായിട്ട്? വസുത തിരിച്ചു വന്ന സ്ഥിതിക്ക് നിന്റെ കാര്യം പരിങ്ങലിലാവൂന്നുള്ള പേടി ഉണ്ടാവും നിന്റെ അച്ഛന്. മെല്ലെ മെല്ലെ നിന്നെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് വശീകരിച്ചെടുത്താൽ മതിയല്ലോ അച്ഛന്റെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കാനായിട്ട്. അച്ഛന്റെ മനസ്സിൽ എന്താ ആഗ്രഹം? ഒന്ന് കാര്യം തെളിച്ച് പറ സനീഷേട്ടാ. ഇതിപ്പോ എന്താ തെളിച്ചു പറയാനുള്ളത്? താനൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ വരെ എന്റെ പേരിലായിരുന്ന കമ്പനി ഇന്ന് അവന്റെ പേരിലേക്ക് മാറ്റി എഴുതിയിരിക്കുക. കാരണം വേറൊന്നുമല്ല, എന്റെ ആദ്യ ഭാര്യ തിരിച്ചു വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിയമപരമായി സ്വത്തുക്കളെല്ലാം വസുതയ്ക്ക് പോകുന്നുള്ള പേടിയുണ്ടാ. അങ്ങനെ കരുതിയെങ്കിൽ എന്റെ അച്ഛന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനിയല്ലേ, അപ്പൊ അച്ഛന് ടെൻഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കമ്പനി നിന്റെ പേരിലോട്ടല്ലേ എഴുതേണ്ടത്, അല്ലാതെ ദീപുവിന്റെ പേരിലേക്കല്ലല്ലോ. അതാ ഞാനും ആലോചിച്ചേ. അച്ഛന് കമ്പനി എന്റെ പേരിൽ എഴുതാമല്ലോ, ഞാനല്ല അച്ഛന്റെ മകള്. അവിടെയാ നിന്റെ അച്ഛൻ ബുദ്ധി പ്രയോഗിച്ചത്. മിക്കവാറും അതാ ദീപുവിന്റെ കുരുട്ടു ബുദ്ധി തന്നെ ആയിരിക്കും. ദീപു നിന്റെ അച്ഛന്റെ വളർത്തുനായ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അച്ഛന് പേടിക്കണ്ട.
മിക്കവാറും നിന്റെ അച്ഛൻ അവിഹിത സന്തതിയെ പേടിച്ചിട്ടായിരിക്കും സ്വത്തുക്കളെല്ലാം നേരത്തെ തന്നെ എന്റെ പേരിലേക്ക് മാറ്റി എഴുതിയത്. എന്റെ കാര്യത്തിൽ സംശയം വന്നതുകൊണ്ട് അതിവേഗം സഹോദരിയുടെ മകന്റെ പേരിലേക്ക് മാറ്റി എഴുതി. അത് അയാളുടെ സ്വന്തം മകനെ പേടിച്ചിട്ടായിരിക്കും. അപ്പോ സ്വന്തം മകളായ ഞാനോ? നിന്നെ എന്നിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയി ദീപുവിനെ കൊണ്ട് കെട്ടിക്കാനുള്ള പ്ലാനാവും അച്ഛനും ദീപുവിനും. അപ്പോ അവന്റെ പേരിൽ ആ കമ്പനി കിടക്കുന്ന സേഫ് എന്ന് അച്ഛന് തോന്നിയിട്ടുണ്ടാവും. അതിന്റെ പേരിൽ എനിക്കും അവകാശം ഉണ്ടാവും എന്നുള്ള പേടിയുണ്ടാവും. അല്ല, താനൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ തനിക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് കാര്യമാണോ അല്ലയോ എന്ന്. തന്റെ അച്ഛന്റെ ആദ്യം മുതലേയുള്ള ആഗ്രഹമാണ് താനും ദീപുവും തമ്മിലുള്ള വിവാഹം. അതിനിടയിൽ ഇങ്ങനെയൊക്കെ അങ്ങ് നടന്നു. ഗതികേട് കൊണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് വസുധയുടെ തിരിച്ചുവരവ്. ഇനി എന്ത് വേണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന നിന്റെ അച്ഛന്റെ തലച്ചോറ് ദീപുവാണല്ലോ. മിക്കവാറും അറിഞ്ഞിട്ടുണ്ടാവും മാനവ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. മുകുന്ദൻ മേനോന്റെ രക്ഷാകവചം രജിതയ്ക്കും കുടുംബത്തിനും തുണയാകുമോ? കാര്യം നടന്ന തന്ന വാക്ക് അത് മാത്രം പാലിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ ഉണ്ടാവില്ല. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എത്തിയ മാന് വെറും ഒരു വഴിപോക്കനോ അതോ വഴികാട്ടിയോ? പണത്തിന്റെയും ബന്ധങ്ങളുടെയും പേരിൽ നടക്കുന്ന ഈ പോരാട്ടത്തിന്റെ സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.